ചതിക്കപ്പെടുമ്പോഴെല്ലാം അത് വിധിക്കപ്പെട്ടതാണെന്നോർത്ത് ആശ്വസിക്കാൻ പലപ്പോഴും കഴിയാതെ വരുന്നുണ്ട് അല്ലേ? ഇത്രമേൽ സ്നേഹിച്ചിട്ടും ഇത്രമേൽ വിശ്വസിച്ചിട്ടും എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചതി ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് എപ്പോഴും ഞാൻ മാത്രം ഇങ്ങനെ ചതിക്കപ്പെടുന്നത്? ഇത്തരം ചിന്തകൾ നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ടാവും. ജീവിതത്തിൽ പല പരീക്ഷണ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ വേദനിക്കാത്ത വണ്ണം ഒരുപാട് വേദനിക്കുന്നത് നമ്മൾ അത്രയേറെ പ്രിയപ്പെട്ടതെന്ന് കരുതുക, നമ്മൾ അത്രമേൽ സ്നേഹം കൊടുത്ത, നമ്മോട് അത്രമേൽ അടുപ്പമുള്ള ഒരാൾ, അവരെ നമ്മൾ ഒരുപാട് വിശ്വസിച്ചിട്ടും അവർ നമ്മളെ ചതിച്ചു എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷത്തിൽ നമുക്കുണ്ടാകുന്ന വേദന, നമ്മുടെ കണ്ണുകളിൽ നിന്ന് ഇറ്റി വീഴുന്ന കണ്ണുനീര്, അതിൻ്റെ വേദന മരണത്തേക്കാൾ അസഹനീയമായിരിക്കും. വെറും വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ കഴിയാതെ പോകുന്ന ഒരു അനുഭവമാണത്. കൂടെ നിന്നവരെല്ലാം പലപ്പോഴും ഒരു ചതിയുടെ കഥ പറയുമ്പോൾ അറിയാതെ അവരുടെ കണ്ണുകൾ നിറയുന്നത് ഞാനിങ്ങനെ കണ്ടു നിന്നിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേര് പറയുമ്പോൾ അവർ പോലും അറിയാതെ ആ കണ്ണുകളിൽ ഇളം ചൂട് നിറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എത്രയൊക്കെ തവണ ചതിക്കപ്പെട്ടാലും എത്രയൊക്കെ തവണ വിഡ്ഢികളാക്കപ്പെട്ടാലും ആ കണ്ണീരിൻ്റെ ഉപ്പിനാൽ പിന്നെയും വിശ്വാസത്തെ ഇങ്ങനെ നിലനിർത്താൻ അവരിങ്ങനെ കിണഞ്ഞ് പരിശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഓരോ തവണ ചതിക്കപ്പെടുമ്പോഴും അതിനെ വിധിയായി കാണാൻ സാധിക്കാറില്ല. നേരെ മറിച്ച് മറ്റുള്ളവർ അതിനെ വിലയിരുത്തുന്നത് വെറും വിഡ്ഢികളായതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചതിക്കപ്പെടുന്നത് എന്നാണ്. പക്ഷെ നേരെ മറിച്ച് അതിനൊരു മറുവശം കൂടിയുണ്ട്. നമ്മളിങ്ങനെ വിശ്വസിക്കുന്നവർ നമ്മളെ ഇങ്ങനെ ചതിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അവർ പിന്നെയും വിശ്വസിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹം, ഇഷ്ടം, കരുതൽ എല്ലാം നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കുന്നത് കൊണ്ടാണ്. അവരൊരിക്കലും നമ്മളെ ചതിക്കില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ്. വിശ്വാസം തകർന്നാൽ അത് നേടിയെടുക്കാൻ പിന്നെ ഒരുപാട് കാലങ്ങൾ വേണമെന്നാണ് പറയുന്നത്. പക്ഷേ ആത്മാർത്ഥമായിട്ട് ഒരാളെ നമ്മളിങ്ങനെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം തകർന്നു പോവാതിരിക്കാൻ നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവർ നമ്മളെ ചതിച്ചു എന്ന് വിശ്വസിക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ ഇങ്ങനെ പാകപ്പെടുത്താതിരിക്കുമ്പോൾ പിന്നെയും പിന്നെയും അത് തെറ്റാണ്, എൻ്റെ തെറ്റിദ്ധാരണയാണ്, ആ വ്യക്തി അങ്ങനെയല്ല എന്ന് നമ്മുടെ മനസ്സിനെ നമ്മളിങ്ങനെ പഠിപ്പിച്ചു കൊണ്ടേയിരിക്കും. എത്രയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നാലും നമ്മളതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായിക്കൊള്ളണമെന്നില്ല. വീണ്ടും വീണ്ടും നമ്മൾ അവരെ ഇങ്ങനെ വിശ്വസിക്കും. അതൊരു പക്ഷേ അവരോടുള്ള നമ്മുടെ അമിതമായ വിശ്വാസം കൊണ്ട് തന്നെയാണ്, കേവലം വിഡ്ഢിയായതുകൊണ്ടായിരിക്കില്ല. കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് പകരം കണ്ണ് തുറന്നൊന്ന് വിശ്വസിച്ചാൽ ഒരു പക്ഷേ അവരുടെ ചതികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കാം. ചതിക്കുന്നവരുടെ കണ്ണുകളിൽ എപ്പോഴും ലാഭക്കൊതിയായിരിക്കാം, പക്ഷെ ചതിക്കപ്പെടുന്നവരുടെ മനസ്സിലെപ്പോഴും സ്നേഹത്തിന് വേണ്ടിയുള്ള വെമ്പലായിരിക്കാം. അത് ഏത് കാര്യങ്ങളിലായാലും, സ്നേഹത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രമല്ല, ഏതൊരു തലത്തിലായാലും വിശ്വസിക്കുന്നവരെല്ലാം ഇപ്പോഴും വിശ്വസിച്ചു കൊണ്ടേയിരിക്കും, ചതിക്കുന്നവർ എപ്പോഴും ചതിച്ചു കൊണ്ടേയിരിക്കും. എത്ര പേരെ അവർക്ക് ചതിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം പേരെ അവർ ചതിക്കുന്നു. പക്ഷേ ഒരു നാളെ എന്നിലേക്കും ഈ ചതി തിരിച്ചു വരാം എന്നുള്ള ചിന്ത അവരിൽ ഉണ്ടാവുന്നില്ല എന്നതാണ് വളരെ രസകരമായിട്ടുള്ള കാര്യം. ജീവിതത്തിൽ ഒരിക്കൽ അവർക്ക് ഈ തിരിച്ചടി നേടേണ്ടി വരുമ്പോൾ അവർ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചോർത്ത് അവർ ഒരുപാട് സഹതപിക്കും. പക്ഷേ അപ്പോഴേക്കും അത് തിരുത്തി കുറിക്കാൻ സാധിക്കണമെന്നില്ല. പശ്ചാത്താപം മാത്രമായിരിക്കും അതിനുള്ള പ്രായശ്ചിത്തം. ചതിക്കാൻ കൂടെ കൂടുന്നവരിൽ നിന്നും ചതിക്കപ്പെടാതിരിക്കാൻ ഒഴിഞ്ഞു മാറുകയാണ് വേണ്ടത്. അത് നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാകേണ്ടിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഞാൻ മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് എന്ന ഒന്നുണ്ട്. നമുക്ക് നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ അന്ധമായി മറ്റൊരാളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ എവിടെ വെച്ചൊക്കെയോ നഷ്ടപ്പെട്ടേക്കാം. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം. മറ്റൊരാളെ നമ്മളെക്കാൾ കൂടുതൽ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നു, നമ്മുടെ പങ്കാളിയെ, നമ്മുടെ കാമുകിയെ, നമ്മുടെ കാമുകനെ, നമ്മുടെ സുഹൃത്തുക്കളെ എന്നതൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ്, ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ചിലരുടെയൊക്കെ ജീവിതത്തിൽ അത് നെഗറ്റീവായി ബാധിക്കുന്നുണ്ട്. കാരണം ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. ചിലർക്ക് നല്ല മനഃശക്തിയുള്ളവരായിരിക്കും, മനക്കട്ടിയുള്ളവരായിരിക്കും, മറ്റു ചിലർ വളരെ ലോലഹൃദയമുള്ളവരായിരിക്കും. ഒരു സന്ദർഭത്തിൽ, ഒരു നിമിഷത്തിൽ ഈ ചതിക്കുന്നവർ നമ്മളെ ഇട്ടേച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ മറന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ പോലും ചവിട്ടി മെതിച്ച് അവരിങ്ങനെ കടന്നു പോയി കളഞ്ഞാൽ ചിലർ അതിൽ നിന്നും പെട്ടെന്ന് റിക്കവർ ആയേക്കാം. പക്ഷേ മറ്റു ചിലർക്ക് അതൊരിക്കലും താങ്ങാനാവുന്നതിനേക്കാൾ വലിയ വേദനയായിരിക്കും. ഒരു പക്ഷേ അവരുടെ ഒരു വിഷാദ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചേക്കാം. അങ്ങനെയുള്ള അവസരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളത് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളെ പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചതിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഓർക്കാതിരിക്കുക, മറക്കാതിരിക്കുക. അങ്ങനെ ഒരു ചാപ്റ്റർ അവിടെ അടച്ചു വയ്ക്കുക.
അവരെക്കുറിച്ച് ഓർക്കുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യാതിരിക്കുക എന്നത് തന്നെയാണ് വലിയ കാരണം. കാരണം മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏതിനെക്കുറിച്ചാണോ മറക്കാൻ ശ്രമിക്കുന്നത് അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മകളായി തിരിച്ചെത്തും. അതുകൊണ്ട് മറക്കുക എന്ന കാര്യം അവിടെ വിട്ടേക്കുക. എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പഠിത്തം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, അത്തരം കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജ്ഡ് ആയിരിക്കുക. ഒരു ചതി നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടായതുകൊണ്ട് ഇനിയൊരു ചതി വരുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പതിയെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയാറുണ്ട്. അത് ഒരു കണക്കിന് നല്ലതാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഈ ഒരു ചതി നമ്മുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിലായാലും നമ്മൾ മുൻകൂട്ടി ഒന്നുകൂടി ചിന്തിച്ചിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. ഈ ചതിയിലൂടെ ഒരു പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പാഠം പഠിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ആ ചതി നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു മനുഷ്യനാക്കി നിങ്ങളെ തീർത്തിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ നിങ്ങളെ ആ ചതി ഒരു വാശിയുള്ള മനുഷ്യനാക്കി തീർത്തിട്ടുണ്ടാവും. ഒരു പക്ഷേ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കെത്താൻ ഈ ചതി നിങ്ങൾക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിട്ടുണ്ടാവും. ഏത് കാര്യങ്ങളെയും എത്തരം നെഗറ്റീവായ കാര്യങ്ങളെയും ജീവിതത്തിൽ പോസിറ്റീവ് വശം മാത്രം കണ്ടെത്തി നമ്മൾ ചിന്തിച്ചാൽ ഏതൊരു പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്നവയായിരിക്കാം. ഈ ചതിയെപ്പോലും നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി മുന്നോട്ടുള്ള പാതയിൽ എങ്ങനെ നല്ലതാക്കി മാറ്റാം, എത്രത്തോളം പാഠം എനിക്കതിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് നമ്മൾ വിലയിരുത്തിയാൽ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ അത് നിങ്ങൾക്ക് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും. കാരണം ഈ ലോകം ചതിയുടെയും വിശ്വാസത്തിൻ്റെതുമാണ്. ചതിയുടെ ലോകം നമുക്ക് വേണ്ട. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒരു ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവിടെ നമുക്ക് വിജയം എന്തായാലും സാധ്യമാവും. ആ ലോകത്തിലേക്കുള്ള ഒരു യാത്ര ഒരുപാട് വേദനകൾ നിറഞ്ഞ ദുർഘടമായ വഴിയായിരിക്കും. അതിനെ തട്ടിമാറ്റി നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ഇത്തരം നെഗറ്റീവുകളെ പോലും പോസിറ്റീവായി ചിന്തിക്കാൻ നമുക്ക് സാധിച്ചേ പറ്റൂ.